തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണം. ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ തുണിക്കഷ്ണം തുന്നിക്കെട്ടിയതായാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്കെതിരെയാണ് മേനകുളം സ്വദേശിനി ഷീബ പ്രമോദും കുടുംബവും രംഗത്തെത്തിയിരിക്കുന്നത്. 3 മാസത്തോളം നീണ്ട നഗരയാതനയ്ക്കൊടുവിലാണ് ആ ഞെട്ടിക്കുന്ന വിവരം പുറം ലോകം അറിയുന്നത്. സംഭവത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 3-ാം തീയതിയാണ് അപ്പൻഡിസൈറ്റിസ് ശസ്ത്രക്രിയയ്ക്കായി ഷീബയെ കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഡിസംബർ 12-ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും ദുരിതം അവിടെ തുടങ്ങുകയായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും മുറിവ് ഉണങ്ങാതെ പഴുക്കുകയും അസഹനീയമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു. വേദന സഹിക്കവയ്യാതെ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് മുറിവിന്റെ ഒരു വശത്തുകൂടി നൂൽ പുറത്തേക്ക് വരുന്നത് കണ്ടത്. വിശദമായ പരിശോധനയിൽ വയറിനുള്ളിൽ പഞ്ഞിയും തുണിയും കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി. ഒടുവിൽ ഫെബ്രുവരി 6-ാം തീയതി അതേ CSI ആശുപത്രിയിൽ വെച്ച് തന്നെ വീണ്ടും ശസ്ത്രക്രിയ നടത്തി ഈ തുണിക്കഷ്ണം പുറത്തെടുത്തു. എന്നാൽ ദുരിതമായ ഈ വീഴ്ചയിൽ ആശുപത്രി അധികൃതർ നൽകുന്ന മറുപടി തികച്ചും വിചിത്രമാണെന്ന് ഷീബയുടെ കുടുംബം ആരോപിക്കുന്നു. തുണി എങ്ങനെ വയറ്റിനുള്ളിൽ പോയി എന്ന് തങ്ങൾക്കറിയില്ലെന്നും ഷീബ മറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ അവിടെ നിന്ന് കുടുങ്ങിയതാകാമെന്നുമാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ മറുപടി. ഈ മറുപടി ഷീബയെയും കുടുംബത്തെയും കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് മറ്റൊരു ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ നിന്ന് തുണി അകത്തുപോയി എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 3 മാസത്തോളം കഠിനമായ ശാരീരിക മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച ഷീബ ഇപ്പോൾ നീതിക്കായി മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരായ ഡോക്ടർക്കും ആശുപത്രിക്കുമെതിരെ നടപടി കർശനമാക്കണമെന്നുമാണ് ഷീബയുടെ കുടുംബത്തിന്റെ ആവശ്യം. ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഭക്തരുടെ കാണിക്കയായാലും രോഗിയുടെ ജീവനായാലും കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം അനാസ്ഥകൾക്ക് എന്നാണ് അറുതി ഉണ്ടാവുക?